കേരളത്തിൽ CPM-ഉം LDF-ഉം വൻ ശക്തിയായി തിരിച്ചുവരുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. നിലമ്പൂരിലെ പ്രഥമ MLA കുഞ്ഞാലി അനുസ്മരണം നിലമ്പൂർ ചന്തകുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ഈ സർവ്വജനാധിപത്യ കശാപ്പും ജനങ്ങളെ കശാപ്പും ഒക്കെ ചെയ്തിട്ട് 1977 തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് തോറ്റു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ രാജ്യത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസും ലീഗിനുമാണ് ജയം. CPM-ന് അത് 17 സീറ്റ് മാത്രമാണ് നിയമസഭയിൽ. ഇതിന്റെ ചരിത്രം നമ്മൾ ഓർക്കണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് UDF വലിയ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തിയത്. എന്നാൽ 3 വർഷം കൊണ്ട് ഭരണം അവസാനിച്ചുവെന്നും ഇതാണ് കേരളത്തിന്റെ ചരിത്രം എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും ജയരാജൻ പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം E. അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VP അനിൽ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി K. മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അരുമ ജയകൃഷ്ണൻ, K. റഹീം, ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, സഹിൽ അക്കമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനവും നടത്തി. SS Gold, pure gold. SS Group, Nilambur.